ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ മറ്റൊരു രാജ്യത്തേക്ക് എത്തുന്നു. ആകെ ചിലവഴിച്ചത് വെറും 3 മണിക്കൂർ. ഒപ്പുവെക്കാൻ കരാറുകളില്ല, ഉദ്ഘാടനം ചെയ്യാൻ പദ്ധതികളില്ല. എന്നിട്ടും ലോകമാകെ ആ കൂടിക്കാഴ്ചയെ ഭയത്തോടെ ഉറ്റുനോക്കുന്നു. അമേരിക്കയുടെയും ഇറാന്റെയും ഉറക്കം കെടുത്തിയ ആഗോള എണ്ണ വിപണിയെ കീഴിന്മേൽ മറയ്ക്കാൻ പോകുന്ന ആ രഹസ്യം എന്തായിരുന്നു? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പെട്രോൾ വില 28 രൂപ കൂടുമെന്ന് പ്രചരിച്ചവർക്കുള്ള മറുപടി ആ വിമാനയാത്രയിലുണ്ടായിരുന്നു. ലോകം ഇതുവരെ കാണാത്ത ഒരു സാമ്പത്തിക യുദ്ധത്തിന് ഭാരതം തുടക്കമിടുകയാണോ? എന്താണ് ആ 3 മണിക്കൂർ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത്? എണ്ണ വിപണിയിൽ വരാനിരിക്കുന്ന ആ വമ്പൻ മാറ്റം എന്താണ്? നമുക്ക് പരിശോധിക്കാം. പറഞ്ഞു വരുന്നത്, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സുപ്രധാന തീരുമാനം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് തൊട്ടു മുൻപാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഭാരതത്തിലേക്ക് പറന്നെത്തിയത്. ഒന്നോർക്കുക, ഇതൊരു സാധാരണ സന്ദർശനമായിരുന്നില്ല. ഒപ്പുവെക്കാൻ വലിയ കരാറുകളോ കൊട്ടിയാഘോഷിക്കാൻ ഉദ്ഘാടനങ്ങളോ ആ 3 മണിക്കൂറിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ മെയ് 1 മുതൽ ഒപെക്കിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന ആ വിപ്ലവകരമായ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഓടിയെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്കാണ്. എന്തിനായിരുന്നു ആ തിരക്ക്? കാരണം എണ്ണ വിപണിയിൽ ഒരു വലിയ ശക്തി കേന്ദ്രം ഉദയം കൊള്ളാൻ പോവുകയാണ് എന്ന് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ നേരിട്ട് അറിയിക്കുക എന്നതായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം. ഒപെക് എന്ന സംഘടനയുടെ കടുത്ത നിയന്ത്രണങ്ങൾ മൂലം തങ്ങളുടെ എണ്ണ വിൽക്കാൻ കഴിയാതെ ശ്വാസം മുട്ടുകയായിരുന്നു UAE. അമേരിക്കയിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചെങ്കിലും അവിടെ നിന്ന് കിട്ടിയത് തണുപ്പൻ പ്രതികരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇനി നിങ്ങളുടെ നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ UAE തീരുമാനിച്ചത്. ഈ പടിയിറക്കം ഇറാനെയും അമേരിക്കയും ഒരുപോലെ പ്രഹരമേൽപ്പിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറുന്നത് നമ്മുടെ ഇന്ത്യയാണ്. വിശ്വരാജ് വിഷയെ പോലുള്ള നിരീക്ഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയം എന്നാണ്. കാരണം ലോകത്തെ എണ്ണ വില ഇനി തീരുമാനിക്കപ്പെടുന്നത് അമേരിക്കയല്ല, മറിച്ച് നമ്മുടെ ഇന്ത്യയും അബുദാബിയും തമ്മിലുള്ള ഈ പുതിയ സമവാക്യങ്ങളിലൂടെയായിരിക്കും. നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നത്. ലോകത്തെ എണ്ണവില നിയന്ത്രിക്കുന്ന ഒപെക് എന്ന വമ്പൻ സഖ്യത്തിൽ ഒരു വിള്ളൽ വീണിരിക്കുകയാണ്. അത് UAE ആണ് ആ പടിയിറക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞത്. മെയ് 1 മുതൽ UAE തങ്ങളുടെ എണ്ണ ഉൽപാദനത്തിൽ സ്വന്തം വഴി നോക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല. UAEക്ക് പ്രതിദിനം 5 ബില്യൺ ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. പക്ഷേ ഒപെക് എന്ന സംഘടന അവരെ ഇത്രയും കാലം പിടിച്ച് കെട്ടിയിരിക്കുകയായിരുന്നു. എണ്ണ വിപണിയിൽ കൃത്രിമമായി വില കൂട്ടി നിർത്താൻ അമേരിക്കയും ഇറാനും ചേർന്ന് നടത്തുന്ന കളികൾക്ക് UAE നൽകിയ കനത്ത പ്രഹരമാണിത്. തങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ നോക്കിയ ശക്തികളോട് ഇനി നിങ്ങളുടെ നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് UAE പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് ഭാരതമാണ്. എന്തിനാണ് UAE പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഇത്ര തിടുക്കത്തിൽ ഓടിയെത്തിയത്? അവിടെയാണ് നയതന്ത്രത്തിന്റെ മാജിക്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഭാരതം ഇപ്പോൾ UAEയുമായി ചേർന്ന് പുതിയൊരു ചരിത്രം കുറിക്കുകയാണ്. എണ്ണ വ്യാപാരത്തിന് ഇനി ഡോളർ വേണ്ട, പകരം നമ്മുടെ രൂപ മതി എന്ന വിപ്ലവകരമായ മാറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇറാൻ അമേരിക്ക സംഘർഷം കാരണം എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും അതിന്റെ ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വിപണിയിൽ എണ്ണ സുലഭമാകുന്നതോടെ വില കുറയാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിയുന്നത്. പെട്രോൾ വില കുതിച്ചുയരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചവർക്ക് ഇതൊരു ഷോക്കായേക്കാം. ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ ഇതെന്തായാലും ഉണ്ടാക്കും. അമേരിക്കൻ ഫെഡറൽ റിസർവിനെ ആശ്രയിക്കാതെ സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുന്നതിലൂടെ UAE തങ്ങളുടെ ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്ക് വഴി സുരക്ഷിതമായി എണ്ണ എത്തിക്കാൻ ഭാരതത്തിന്റെ സഹായം അവർക്കുണ്ട്. ഇതിലൂടെ ഇറാന്റെ ഭീഷണികളെയും അമേരിക്കയുടെ നിയന്ത്രണങ്ങളെയും ഒരേപോലെ മറികടക്കാൻ UAEക്ക് സാധിക്കുന്നു. ചൈനയും ഇന്ത്യയും ഈ നീക്കത്തെ പിന്തുണയ്ക്കുമ്പോൾ ലോകത്തിൽ സാമ്പത്തിക കേന്ദ്രം ഏഷ്യയിലേക്ക് മാറുകയാണ്. വിശ്വരാജ് വിഷയെ പോലെയുള്ള നിരീക്ഷകർ പറയുന്നത് ശരിയാണെങ്കിൽ എണ്ണയില്ലാത്ത ഭാരതം ലോകത്തെ എണ്ണവില നിയന്ത്രിക്കുന്ന അവിശ്വസനീയമായ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പക്ഷെ കഥ ഇവിടെയും തീരുന്നില്ല. ഇതിന് പിന്നിലെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് അറിയാമോ? അമേരിക്കയുടെ പെട്രോ ഡോളർ എന്ന സാമ്രാജ്യത്തിനാണ് ഇവിടെ വിള്ളൽ വീഴുന്നത്. പതിറ്റാണ്ടുകളായി ലോകം എണ്ണ വാങ്ങുന്നത് ഡോളർ നൽകിയാണ്. എന്നാൽ ഇന്ത്യയും UAEയും ഈ ചങ്ങല പൊട്ടുകയാണ്. നമ്മുടെ രൂപയിൽ എണ്ണ വാങ്ങാൻ UAE സമ്മതിക്കുമ്പോൾ തകരുന്നത് അമേരിക്കയുടെ കുത്തകയാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, സൗദി അറേബ്യ പാകിസ്ഥാനിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ UAE ഭാരതത്തെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു.
ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ലേസർ ബീം സാങ്കേതികവിദ്യയും സ്വന്തമാക്കാൻ UAEക്ക് ഭാരതത്തിന്റെ സഹായം ആവശ്യമുണ്ട്. അതായത് ഇത് വെറും എണ്ണക്കച്ചവടം മാത്രമല്ല, ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണ്. ഈ മാറ്റങ്ങൾ നാം കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത് കേവലം എണ്ണവിലയുടെ മാത്രം കഥയല്ല. ലോകത്തിന്റെ സാമ്പത്തിക ഭൂമിശാസ്ത്രം മാറുകയാണ്. പണ്ട് അമേരിക്ക വിരൽ ചൂണ്ടുമ്പോൾ ലോകം വിറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകം ഊർജ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പരിഹാരത്തിനായി അവർ നോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എണ്ണ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു രാജ്യം ലോകത്തെ എണ്ണ വിപണിയെ നിയന്ത്രിക്കുക, ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട്, എന്താണ് നമുക്കിതിന്റെ ഗുണമെന്ന്. ഇതിന്റെ ഗുണം നിങ്ങളുടെ പോക്കറ്റിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത്. ഡോളറിനെ ആശ്രയിക്കാതെ കുറയുമ്പോൾ രൂപയുടെ മൂല്യം വർദ്ധിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ ലഭ്യമാകുമ്പോൾ ഇന്ധനവില നിയന്ത്രണ വിധേയമാകും. അതായത് ലോകം മാറുകയാണ്. ആ മാറ്റത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്ന് ഭാരതമാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ഒരു എണ്ണ കച്ചവടത്തിന്റെ കഥയല്ല, മറിച്ച് ലോകത്തിന്റെ അധികാര കേന്ദ്രം ഭാരതത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ്. ഇത്രയും കാലം അമേരിക്കൻ ഡോളറിനെ ലോകത്തിന്റെ നട്ടെല്ലായി നിലനിർത്തിയിരുന്നത് ഈ പെട്രോളിയം വ്യാപാരമായിരുന്നു. ആ ചങ്ങലയാണ് ഇപ്പോൾ മോദി UAE കൂട്ടുകെട്ടിലൂടെ അഴിഞ്ഞു വീഴാൻ പോകുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നാം കാണാൻ പോകുന്നതും ഇതായിരിക്കും. അമേരിക്കയുടെ ഉപരോധങ്ങളെ ഭയപ്പെടാതെ സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ രൂപപ്പെട്ടേക്കാം. UAEയുടെ ഈ ധീരമായ നീക്കം മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയാവും. ഇതിലൂടെ ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഭാരതം ഒരു വലിയ മധ്യസ്ഥന്റെ റോളിലേക്ക് വരികയാണ്. പശ്ചിമ ബംഗാളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പെട്രോൾ വില കൂടുമെന്ന് പറഞ്ഞ് വ്യാജ പ്രചാരണം നടത്തുന്നവർ ഒന്ന് മനസ്സിലാക്കുക, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ സുലഭമാക്കാനുള്ള തന്ത്രങ്ങൾ ഡൽഹിയിൽ നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടായാലും അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കില്ലെന്ന് സർക്കാർ ഉറച്ചു പറയുന്നത് ഇത്തരം വലിയ നയതന്ത്ര നീക്കങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. UAEയുടെ ഈ പടിയിറക്കം ഒരു തുടക്കം മാത്രമാണ്. സ്വന്തം നാടിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ ഉന്നമനത്തിനുമായി UAE കൈക്കൊള്ളുന്ന ഈ തീരുമാനത്തിന് ഭാരതം നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ഇസ്രായേൽ സാങ്കേതികവിദ്യയും ഭാരതത്തിന്റെ വിപണിയും UAEയുടെ എണ്ണയും ചേരുമ്പോൾ രൂപപ്പെടുന്നത് ലോകം ഇതുവരെ കാണാത്ത ഒരു സാമ്പത്തിക ശക്തിയായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വ്യാജ വാർത്തകളിൽ ഭയപ്പെടാതെ വസ്തുതകൾ തിരിച്ചറിയുക. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന രാജ്യമല്ല, മറിച്ച് ലോകത്തിന്റെ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്ന വിശ്വഗുരുവാണ്. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ മാറ്റത്തിലേക്കാണ്. ഇത്രയും കാലം ലോകം ശീലിച്ച സാമ്പത്തിക സമവാക്യങ്ങൾ തിരുത്തി എഴുതപ്പെടുകയാണ്. വൻ ശക്തികളെന്ന് നമ്മൾ വിളിച്ചിരുന്നവർ വിപണിയെ തടവിലാക്കിയപ്പോൾ ആ തടവറ പൊളിക്കാൻ ഭാരതവും UAEയും കാണിച്ച ഈ ചങ്കൂറ്റം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഈ 3 മണിക്കൂർ കൂടിക്കാഴ്ച വെറുമൊരു സന്ദർശനമായിരുന്നു, അതോ ലോകത്തിനുമേൽ ഭാരതം നടത്തുന്ന വലിയൊരു നയതന്ത്ര യുദ്ധത്തിന്റെ വിളംബരമായിരുന്നു? സത്യാവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ വെറും 28 രൂപയുടെ പേരും പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുന്നവർ ഈ ആഗോള മാറ്റങ്ങൾ കാണാതെ പോകരുത്. തീർച്ചയായും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.